അപ്പം നല്ലൊരു സ്നാക്കാണ് നമ്മളിത് ചെയ്യുന്നത്. അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഇതേപോലെ ഒരു പാൻ അങ്ങോട്ട് അടുപ്പത്തോട്ട് വെക്കാം. അപ്പോൾ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ മട്ടയരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ നുറുക്കും അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടിയൊക്കെ വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂട് മാറിയ ശേഷം ഇത് പൊടിച്ചെടുക്കണം. ഇതേ രീതിയിൽ അടുപ്പ് ഒന്നുകൂടെ കത്തിച്ചിട്ട് നമുക്ക് അതേ പാൻ തന്നെ ഒന്നുകൂടെ വെക്കാം. നമുക്കൊരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കപ്പലണ്ടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് പൊടി ചേർക്കുക. ഇത് പാക്കറ്റ് കിട്ടുന്ന സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി തേങ്ങാപ്പീര ശർക്കരപ്പാനിക്കകത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരല്പം ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പൊടിയൊക്കെ അങ്ങോട്ട് ചേർക്കും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ വാർത്ത് വെച്ചിരിക്കുന്ന ആ കപ്പലണ്ടി അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇത്. ഇനി ഈ അടുപ്പൊക്കെ നിർത്താം, ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കാര്യം ഇതൊന്ന് തണുക്കട്ടെ. ചെറിയൊരു ചൂടോട് കൂടി തന്നെ നമുക്കിഷ്ടമുള്ള ഷേപ്പ് പിടിച്ചെടുക്കാം. ഇതേപോലെ. അപ്പോൾ നമ്മളതെല്ലാം പിടിച്ച് വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട്, 10-20 മേളിലുണ്ട്. അരിയുണ്ടയും എള്ളുണ്ടയൊക്കെ പോലെ ഇരിക്കുന്നല്ലേ. പക്ഷേ സംഭവം അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇതേപോലെ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്.